ക്ലാരിനെറ്റ് സംഗീതമാണ് മട്ടാഞ്ചേരി സ്വദേശി നെൽസൺ സേവ്യറിന്റെ ജീവിതം. സംഗീതജ്ഞനായ പിതാവ് സേവ്യർ ആന്റണി കുട്ടിക്കാലത്ത് നൽകിയ ക്ലാരിനെറ്റാണ് ഇപ്പോഴും നെൽസന്റെ ഹൃദയതാളം. എന്നാൽ സപ്തര നിറവിലും ജീവിതതാളം ചിട്ടപ്പെടുത്താൻ പാടുപെടുന്ന നെൽസൺ ഒറ്റമുറി വാടക വീട്ടിലാണ് കഴിയുന്നത്. കഴിഞ്ഞ 60 വർഷമായി ക്ലാരിനെറ്റാണ് നെൽസൺ സേവ്യറിന്റെ ജീവിതത്തുടിപ്പ്. പിതാവ് സേവ്യർ ആന്റണി ക്ലാരിനെറ്റ് ആർട്ടിസ്റ്റായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ ബാൻഡ് സെറ്റിലെത്തിയ നെൽസൺ ബാല ട്രൂപ്പുകളിലും അംഗമായിരുന്നു. പ്രശസ്ത പിന്നണി ഗായകൻ എച്ച് മെഹബൂബിനൊപ്പവും ഗസൽ ഗായകൻ ഉമ്പായിക്കൊപ്പവുമെല്ലാം നിരവധി സംഗീത പരിപാടികൾ അവതരിപ്പിച്ചതിന്റെ മധുരിക്കുന്ന ഓർമ്മകളിലാണ് ഈ കലാകാരൻ. ക്ലാരിനെറ്റ് ടഫ് ഇൻസ്ട്രുമെന്റാണ്. ഫീലോട് വായിക്കേണ്ട ഭയങ്കര പാടാണ്. വായിക്കുന്നതിന് സർവനുസരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ പാട്ട് എഴുതി കഥ വായിക്കുന്നുണ്ട്. ഇപ്പോൾ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഫീൽഡ് വായിക്കേണ്ടത് വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. വേറെ ആരും ഇല്ല ഈ ഫീൽഡിൽ. കാരണം ഏകദേശം ഈ സാക്സഫോൺ വന്നതോടെ ക്ലാരിനെറ്റ് ഇത്തിരി ഇതങ്ങോട്ട് മാറി. ഇപ്പോൾ എല്ലാവരും സാക്സഫോണിൻ്റെ പറയുക. ഇപ്പോൾ എനിക്ക് തന്നെ ഒരു 6-7 ശിഷ്യന്മാരുണ്ട്. ക്ലാരിനെറ്റിനൊപ്പം സാക്സഫോൺ വാദകൻ കൂടിയായ നെൽസൺ സേവ്യർ എല്ലാ സംഗീതോപകരണങ്ങളും നന്നായി കൈകാര്യം ചെയ്യും. സാക്സഫോണിലും അനായാസം പാട്ടുകൾ വായിക്കും. ക്ലാരിനെറ്റിലടക്കം നെൽസൺ സേവ്യറിന് ഒരുപാട് ശിഷ്യസമ്പത്തുണ്ട്. സംഗീത സാന്ദ്രമെങ്കിലും ജീവിതതാളം ക്രമപ്പെടുത്താനുള്ള ഓട്ടത്തിലാണ് നെൽസൺ സേവ്യർ. മട്ടാഞ്ചേരി നസറത്തിൽ വാടകയ്ക്ക് താമസിക്കുന്ന നെൽസന്റെ ഭാര്യ റോസ്ലി രോഗബാധിതയായി 2 വർഷം മുമ്പ് മരിച്ചു. മകൻ ജെറിയാണൊപ്പമുള്ളത്. സ്റ്റേജ് പരിപാടികളും കുറവാണ്. ക്ലാരിനെറ്റ് സംഗീത ലോകത്ത് ഇന്നും നിലയുറപ്പിച്ചിട്ടുള്ള അപൂർവം കലാകാരന്മാരിൽ ഒരാളാണ് നെൽസൺ സേവ്യർ. മട്ടാഞ്ചേരി സ്വദേശിയായ നെൽസൺ സേവ്യർ ഇപ്പോഴും ഈ രംഗത്ത് തന്നെ തുടരുകയും ചെയ്യുന്നു. ക്യാമറമാൻ മനു കൃഷ്ണയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.